സാധാരണഗതിയിൽ ഒരാൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ ഒരു പ്രതികരണം വേണമല്ലോ. ആ നിലയിലുള്ള പ്രതികരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നെ നിരാശപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾക്ക് തമ്മിൽ അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ. രാഷ്ട്രീയമുണ്ട്, പിണറായി വിജയനൊരു രാഷ്ട്രീയമുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാനും രാഷ്ട്രീയമുണ്ട്. ഈ രണ്ട് രാഷ്ട്രീയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടാവും. പക്ഷേ വളരെ ഭരണഘടനാപരമായിട്ടൊരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാണിച്ചില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ നിരാശ. രണ്ട്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത് എന്ന് വിശദമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തെ സംബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു നിയമസഭയായിരിക്കുന്നത്. ഞാനും നമ്മളെല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത ഒരു നിയമസഭ, എൻ്റെ പ്രതിനിധി അടക്കമുള്ള 140 പേരാണ് ആ നിയമസഭയിൽ ഇരിക്കുന്നത്. അവർ ചുമ്മാ കളി കാണാൻ വന്നതൊന്നുമല്ല, അവർ നിയമസഭയുടെ ഉത്തരത്തിൽ കൂടെ കയറി വന്നതുമല്ല. അവരോട് പറയണമായിരുന്നു എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന 137 പാരഗ്രാഫ് വായിക്കാതെ 138ാമത്തെ പാരഗ്രാഫ് വായിക്കുന്നു. ഒരു സ്വാഭാവിക നീതിയല്ലേ? എന്തോ ആയിക്കോട്ടെ, സ്വാഭാവിക നീതിയല്ലേ? ആ നീതി നേരത്തെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞങ്ങളൊക്കെ ഇങ്ങനെ വണങ്ങാൻ വേണ്ടി കാത്തിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയ മൂലം വാണം വിട്ട പോലെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. മര്യാദ കേടിൻ്റെ പ്രതിരൂപമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറി എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. പിന്നെ എനിക്ക് ഗവർണറുടെ ശബ്ദം കേട്ടപ്പോൾ തോന്നിയത്, ഇനി എൻ്റെ അനുമാനമാണ് കേട്ടോ, ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം? നോക്കൂ, നിങ്ങളുടെ നിയമസഭയിലെ ഒരു തുടങ്ങുന്ന സമയത്തുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ രാവിലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഒരു പണിയില്ലെന്നേ ഇവർക്കൊന്നും. ഇവർ 365 ദിവസത്തിൽ ഒരു 100 ദിവസം പോലും കേരളത്തിലില്ല. ആ നിലയിൽ പോലും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുന്നില്ല. എവിടെയൊക്കെയോ പോയി രാവിലെ കെട്ടി ഇറങ്ങുന്നു. രാവിലെ കെട്ടി ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് വായിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് പല്ലിന് പ്രശ്നം അടക്കം പറഞ്ഞിട്ട് അദ്ദേഹം ക്ലിനിക്ക് ചോദിച്ചു, ക്ലിനിക്ക് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ കേൾക്കുന്നത് രാജ്ഭവനിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ ആത്മഹത്യ ചെയ്ത ആളുടെ കുടുംബം പരാതി കൊടുത്തിരിക്കുകയാണ്, ഹറാസ്മെൻറ്റിന് പരാതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ മാനസികമായ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള സമയത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഈ നിലയിൽ ഒരു Meet the editors.